നമസ്കാരം, അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. ഭാസ്കര കാർണവർ കൊലക്കേസ് പ്രതി ഷെറിന്റെ മോചനം മരവിപ്പിച്ച് സർക്കാർ. ബാഹ്യ സമ്മർദ്ദമുണ്ടായെന്ന ആരോപണത്തെ തുടർന്നാണ് തീരുമാനം മരവിപ്പിച്ചത്. മന്ത്രിസഭ തീരുമാനം എടുത്ത് 2 മാസം പിന്നിട്ടിട്ടും റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറിയില്ല. ലോക്സഭ കടന്ന് വഖഫ് ഭേദഗതി ബിൽ. വഖഫ് ഭേദഗതി ബില്ലിനെ 288 പേർ അനുകൂലിച്ചപ്പോൾ 232 പേർ എതിർത്ത് വോട്ട് ചെയ്തു. പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ തള്ളി ബില്ല് പാസ്സായത് 14 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ. ബിൽ ഇന്ന് രാജ്യസഭയിൽ കൊണ്ടുവരുമെന്ന് ഇന്നലെ കേന്ദ്രം അറിയിച്ചിരുന്നു. എന്നാൽ പുതുക്കിയ അജണ്ടയിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ ഇല്ല. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തായ്ലൻഡിലെത്തി. തായ് പ്രധാനമന്ത്രി ഷിനവത്രയുമായി മോദി കൂടിക്കാഴ്ച നടത്തും. നയതന്ത്ര ബന്ധം ശക്തമാക്കാനുള്ള കരാറുകളിലും പ്രധാനമന്ത്രി ഒപ്പിടും. തായ്ലൻഡിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി സംവദിക്കും. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അധിക തീരുവ പ്രഖ്യാപിച്ച് അമേരിക്ക. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 26%, ചൈനയ്ക്ക് 34% തീരുവ ചുമത്തി. അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇനി മുതൽ 10% തീരുവ നൽകണം. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ ഭരണ തുടർച്ച അനിവാര്യമെന്ന് CPIM പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ടിന്റെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട്. ഇന്ത്യ സഖ്യം നിർജ്ജീവമായത് കോൺഗ്രസിന്റെ പിടിപ്പുകേടെന്നും രാഷ്ട്രീയ റിപ്പോർട്ട്. CPIM പാർട്ടി കോൺഗ്രസിൽ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേൽ ഇന്ന് ചർച്ച നടക്കും. രാജ്യത്തിന്റെ ഫെഡറൽ ഘടന എന്ന സെമിനാറിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പങ്കെടുക്കും. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ചർച്ച നടത്തും. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചത്. വൈകുന്നേരം 3 മണിക്ക് NHM ഓഫീസിലാണ് ചർച്ച. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. നാളെ 5 ജില്ലകളിലും ശനിയാഴ്ച 6 ജില്ലകളിലുമാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പേർ റിമാൻഡിൽ. കാസർഗോഡ് പള്ളിക്കര സ്വദേശികളായ സുമേഷ്, സുകേഷ്, കാളിദാസ്, നിഷാന്ത് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവത്തിനെത്തിയ കാസർഗോഡ് ബേക്കൽ സ്വദേശിയാണ് പ്രതികൾ ആക്രമിച്ചത്. താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് വധക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ ധ്രുവങ്ങളുടെ ആദ്യ കാഴ്ച പങ്കുവെച്ച് സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ്. ആദ്യമായാണ് ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളെ കടന്നുപോകുന്ന പോളാർ ഓർബിറ്റൽ ബഹിരാകാശ യാത്രികരെ എത്തിക്കുന്നത്. ഫോം 2 പകർത്തിയ ചിത്രങ്ങൾ ഇലോൺ മസ്ക് തന്റെ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചു. ഗാസയിൽ ഇസ്രായേൽ സൈന്യം കരയാക്രമണം വ്യാപിപ്പിക്കാൻ പോവുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഗാസയിലെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ആക്രമണം വ്യാപിപ്പിക്കുന്നതെന്നാണ് കാറ്റ്സ് തന്റെ പ്രസ്താവനയിൽ പറയുന്നത്. ഗാസ മുനമ്പിലെ ബഫർ സോണിലേക്കാണ് പിടിച്ചെടുക്കുന്ന കൂടുതൽ പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗിബ്ലി ചിത്രങ്ങൾ പങ്കുവെച്ചു ഓപ്പൺ AI CEO സാം ആൾട്ട്മാൻ. ഇന്ത്യ ഗവൺമെന്റിന്റെ X പ്ലാറ്റ്ഫോമിലാണ് ആദ്യം പ്രധാനമന്ത്രിയുടെ ഗിബ്ലി ചിത്രങ്ങൾ വന്നത്. ഒരു മുഴുനീള ചിത്രം എന്ന തലക്കെട്ടോടെയാണ് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത്.
ദുബായിയുടെ ലോകോത്തര വിമാന കമ്പനിയായ എമിറേറ്റ്സ് എയർലൈൻ കൊറിയർ സർവീസ് ആരംഭിച്ചു. എമിറേറ്റ്സ് കൊറിയർ എക്സ്പ്രസ് എന്ന പേരിൽ ഡോർ ടു ഡോർ കൊറിയർ സേവനത്തിന് തുടക്കം കുറിച്ചതായി കമ്പനി വ്യക്തമാക്കി. 7 വിപണികളിലാണ് തുടക്കത്തിൽ എമിറേറ്റ്സ് കൊറിയർ സേവനം നൽകുക. മലപ്പുറം വെട്ടത്തൂരിൽ പച്ചക്കറിക്കടയിൽ നിന്ന് കഞ്ചാവും തോക്കുകളും പിടിച്ചെടുത്തു. 1.5 കിലോ കഞ്ചാവും 2 തോക്കുകളും തിരകളുമാണ് പിടികൂടിയത്. സംഭവത്തിൽ മണ്ണാർമല സ്വദേശി ഷറഫുദ്ദീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് നർക്കോട്ടിക് സെല്ലിന്റെയും ഡാൻസാഫിന്റെയും നേതൃത്വത്തിൽ മേലാറ്റൂർ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവും തോക്കുകളും പിടിച്ചെടുത്തത്. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായ ശേഷമുള്ള NDAയുടെ ആദ്യ സംസ്ഥാന നേതൃയോഗം ഇന്ന് ചേരും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ചേർത്തലയിലാണ് യോഗം. NDA സംസ്ഥാന കൺവീനറും BDJS അധ്യക്ഷനുമായ തുഷാർ വെള്ളാപ്പള്ളിയും മുതിർന്ന BJP നേതാക്കളും ഘടകകക്ഷി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളാണ് മുഖ്യ അജണ്ട. തൃശൂർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ അധ്യാപക ഒഴിവ്. ഫിസിക്സ്, മലയാളം, ഇംഗ്ലീഷ് തസ്തികയിലേക്ക് PSC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ ഏപ്രിൽ 15 വൈകിട്ട് 5 ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ എന്ന വിലാസത്തിൽ അയക്കണം. മലപ്പുറം എടപ്പാളിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് അപകടം. ആനക്കര സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കാസർഗോഡ് തകരാറിലായ മെഷീൻ നന്നാക്കാനുള്ള ശ്രമത്തിനിടയിൽ യുവാവ് ഷോക്കേറ്റു മരിച്ചു. ഒറീസ കന്തമാൻ സ്വദേശി സുജിത് കുമാറാണ് മരിച്ചത്. കിൻഫ പാർക്കിൽ തൊഴിലാളിയായിരുന്നു. പുലർച്ചെ ജോലി കഴിഞ്ഞ ശേഷം യന്ത്രഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു അപകടം. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഡെലിവറി ബോയ് മരിച്ചു. എറിയാട് സ്വദേശി ഷാഹിർ സമാനാണ് മരിച്ചത്. ജോലിക്കിടെയുണ്ടായ ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷാഹിർ സമാൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തൃശൂർ ചേർപ്പിൽ യുവാവിനെ കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയും സഹോദരനും റിമാൻഡിൽ. കരുവന്നൂർ സ്വദേശി അതുൽ കൃഷ്ണ, അരുൺ കൃഷ്ണ എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കരുവന്നൂർ സ്വദേശിയായ ശരത്തിനെ മുഖത്തും ഷോൾഡറിലും ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു. തൃശൂർ മതിലകത്ത് യുവാവിനെ ഇടിവള കൊണ്ട് ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ റിമാൻഡിലായത് പതിയാശ്ശേരി സ്വദേശി നബീൽ. സാമ്പത്തിക ഇടപാടിനെ കുറിച്ചുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണം. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവും 75,000 രൂപ പിഴയും. കാരുമാത്ര സ്വദേശിയായ സഖീറിനെയാണ് ഇരിങ്ങാലക്കുട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. മലപ്പുറത്ത് പൂരത്തിനിടെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചതായി പരാതി. ഹരിഹരക്കുന്ന് ക്ഷേത്രത്തിലെ പൂരത്തിനിടെയാണ് 2 പേർക്ക് പരിക്കേറ്റത്. വല്ലപ്പുഴ സ്വദേശി പ്രകാശ്, കോർത്തുപടി സ്വദേശി വിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത്. പൂരവരവിനിടെ ബൈക്കുമായി എത്തിയ യുവാക്കളുമായി ബന്ധപ്പെട്ട തർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു. സംഭവത്തിൽ 2 പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തു. കോഴിക്കോട് കുറ്റ്യാടിയിൽ ബസ് ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. വടകര തൊട്ടിൽപ്പാലം റൂട്ടിലോടുന്ന മെഹബൂബ് ബസ് ഡ്രൈവർ വട്ടോളി സ്വദേശി ഷെല്ലിക്കിനാണ് മർദ്ദനമേറ്റത്. ഗതാഗതം തടസ്സപ്പെടുത്തി പാർക്ക് ചെയ്ത കാർ മാറ്റാൻ ആവശ്യപ്പെട്ടതാണ് മർദ്ദനത്തിന് കാരണം. സംഭവത്തിൽ കോഴിക്കോട് സ്വദേശി മുഹമ്മദിനെതിരെ കുറ്റ്യാടി പോലീസ് കേസെടുത്തു. കോഴിക്കോട് ബാലുശ്ശേരിയിൽ മകന്റെ മർദ്ദനമേറ്റ് അമ്മയ്ക്ക് ഗുരുതര പരിക്ക്. ബാലുശ്ശേരി കണ്ണാടിപ്പോയിൽ രതിക്കാണ് മർദ്ദനമേറ്റത്. സ്വത്ത് തർക്കമാണ് മർദ്ദനത്തിന് കാരണം. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി. ഇടുക്കി പള്ളിവാസൽ പഞ്ചായത്തിൽ തുറസായ സ്ഥലത്തിരുന്ന് ലഹരി ഉപയോഗിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതായി പരാതി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് നേതൃത്വം രംഗത്തെത്തി.
ആലപ്പുഴ മുളക്കുഴ ഗന്ധർവമുറ്റം ഭഗവതി ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ച എഴുന്നള്ളിപ്പിനെ ഉണ്ടായ അപകടത്തിൽ മധ്യവയസ്കൻ മരിച്ചു. മുളക്കുഴ സ്വദേശി പ്രമോദാണ് മരിച്ചത്. കെട്ടുകാഴ്ചയുടെ മുകളിൽ കയറുന്നതിന്റെ കാൽ വഴുതിയ റോഡിൽ തലയിടിച്ച് വീഴുകയായിരുന്നു. തൃശൂർ കുന്നംകുളത്ത് മാളിലുണ്ടായ തീപിടുത്തം അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് അണച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ എബി മാളിൽ പ്രവർത്തിക്കുന്ന മാട്രിമോണി സ്ഥാപനത്തിലാണ് അഗ്നിബാധയുണ്ടായത്. ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഗുരുവായൂർ ക്ഷേത്രം ശ്രീകോവിൽ മേൽക്കൂരയിൽ വെൽഡിംഗ് പ്രവൃത്തിക്കിടെ തീപ്പൊരി വീണ് ഭണ്ഡാരത്തിലെ നോട്ടുകൾ കത്തിയ സംഭവത്തിൽ സുരക്ഷാ വീഴ്ച അന്വേഷിക്കും. ഇത് സംബന്ധിച്ച് പോലീസിന് കത്ത് നൽകാൻ തീരുമാനിച്ചതായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. സംഭവം അന്വേഷിച്ച ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ നൽകിയ റിപ്പോർട്ട് പ്രകാരം 15,000-ഓളം രൂപയാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മലപ്പുറം വളാഞ്ചേരി നഗരസഭ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. നഗരസഭ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ പ്രഖ്യാപനം നടത്തി. വളാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അന്താരാഷ്ട്ര ബാലപുസ്തക ദിനത്തിൽ അവധിക്കാല വിജ്ഞാന പദ്ധതി ആരംഭിച്ചു. വായനയാണ് ലഹരി, നല്ല പുസ്തകങ്ങൾ നമ്മുടെ വഴികാട്ടി എന്ന സന്ദേശവുമായി വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പദ്ധതി ആരംഭിച്ചത്. വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ലൈബ്രറി പുസ്തകം കൈമാറി ഉദ്ഘാടനം ചെയ്തു. പോക്സോ കേസിൽ പ്രതിചേർക്കപ്പെട്ട CPIM നേതാവ് BS ശക്തിധരനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് AITUC സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ചീഫ് കോർഡിനേറ്റർ NK സുധീർ അധ്യക്ഷനായി. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷന് മുന്നിൽ വനിതകൾ മുടിമുറിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത യൂത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗത്തിനെതിരെ മാർച്ച് സംഘടിപ്പിച്ചു. മയക്കുമരുന്ന് മരണമാണ്, മയക്കം വിട്ടുണരാം നാടിനായി എന്ന മുദ്രാവാക്യവുമായി സംഘടിപ്പിച്ച മാർച്ചിൽ സ്നേഹജ്വാല കത്തിച്ച് ലഹരിക്കെതിരെ പ്രതിജ്ഞ ചൊല്ലി. ഗ്ലോബൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ, ഗ്ലോബൽ യൂത്ത് കൗൺസിൽ ജനറൽ കോർഡിനേറ്റർ സിജോ ഇലന്തൂരിന് സ്നേഹജ്വാല പകർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈറ്റിലയിലെ ചന്ദേർകുഞ്ച് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിക്കുന്നത് കൊച്ചി മെട്രോയ്ക്ക് ഭീഷണിയാകുമോ എന്ന ആശങ്കയിൽ ജനങ്ങൾ. മെട്രോ തൂണുകൾക്കും പാളത്തിനുമെല്ലാം ഇതിന്റെ ആഘാതമേൽക്കുമോ എന്ന് പഠിക്കണമെന്നും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ജില്ലാ ഭരണകൂടത്തിന് കത്ത് നൽകി. തൃശൂർ വടക്കാഞ്ചേരിയിലെ സംരക്ഷിത വനഭൂമിയിലെ അനധികൃതമായി നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന് മുൻപിൽ റീത്ത് സമർപ്പിച്ചു യൂത്ത് കോൺഗ്രസ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കോടികളുടെ അഴിമതിയിലും അധികാര ദുർവിനിയോഗത്തിലും പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് അനധികൃത കെട്ടിടത്തിന് മുൻപിൽ റീത്ത് സമർപ്പിച്ചത്. എറണാകുളം മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിൽ മാലിന്യം നീക്കാത്തതിൽ ഒറ്റയാൾ സമരം നടത്തി MJ ഷാജി. നാട്ടുകാരുടെ നിരവധി പ്രതിഷേധങ്ങളും പരാതികളും അധികൃതർക്ക് കൈമാറിയെങ്കിലും നാളിതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കൊല്ലം അഞ്ചലിൽ ജപ്തി നടപടി നേരിടുന്ന വസ്തുക്കളിൽ നിന്നും മരങ്ങൾ മുറിച്ചു കടത്താനുള്ള ശ്രമം തടഞ്ഞ് CPIM. അഞ്ചൽ ഇടമുളയ്ക്കൽ സർവീസ് ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നേരിടുന്ന മാധവൻകുട്ടിയുടെ ബിനാമി വസ്തുക്കളിൽ നിന്നുമാണ് മരങ്ങൾ മുറിച്ചു കടത്താൻ ശ്രമം നടന്നത്. ഇത് ഏതുവിധേയനും തടയുമെന്ന് CPIM നേതാക്കൾ. തൃശൂർ ജവഹർ ബാലഭവനിൽ അവധിക്കാല ക്യാമ്പുകൾ ആരംഭിച്ചു. കളിവീട് 2025 ഭാഗമായി നടത്തുന്ന ക്യാമ്പ് MLA P ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. മലപ്പുറം വട്ടക്കുളം ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച ക്രഷ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു.
കാലടിത്തറ വെസ്റ്റ് അങ്കണവാടിയിൽ ആരംഭിച്ച പദ്ധതി വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA നജീബ് നിർവഹിച്ചു. വനിതാ ശിശു വികസന വകുപ്പ് സംസ്ഥാനത്താകെ അങ്കണവാടികൾ കേന്ദ്രീകരിച്ച് 304 ക്രഷുകളാണ് സ്ഥാപിക്കുന്നത്. തൃശൂർ കൊടകര ALPS ആലത്തൂരിൽ UKG കോൺവെക്കേഷൻ നടത്തി. PTA പ്രസിഡന്റ് സുനിൽ PS അധ്യക്ഷത വഹിച്ച യോഗം പറപ്പൂക്കര പഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ സതീശൻ TK ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കുള്ള ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം മുൻ പ്രധാന അധ്യാപകൻ NS സന്തോഷ് ബാബു നിർവഹിച്ചു. മലപ്പുറം കുമ്പിടി മേലഴിയം ഗവൺമെന്റ് LP സ്കൂളിന്റെ വാർഷികാഘോഷം ഏപ്രിൽ 5 നടക്കും. ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യുന്ന വാർഷികാഘോഷത്തിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ടീച്ചർ മുഖ്യാതിഥിയാകും. പരിപാടിയിൽ വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ അവതരിപ്പിക്കുന്ന കലാപ്രകടനങ്ങൾ അരങ്ങേറും. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പുതുവാളിന്റെ 101ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി കലാസാഗർ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ക്ഷണിച്ചു. കഥകളി വേഷം, സംഗീതം, ചെണ്ട, മദ്ദളം, ചുട്ടി എന്നീ വിഭാഗങ്ങളിൽ പ്രാവീണ്യം തെളിയിച്ച കലാകാരന്മാർക്കും കലാനിരൂപകനും പുരസ്കാരം നൽകും. കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ കലാകാരന്മാർക്ക് പുരസ്കാരത്തിന് അപേക്ഷിക്കാം. ഏപ്രിൽ 28 വരെ അപേക്ഷകൾ സ്വീകരിക്കും. എമ്പുരാൻ സിനിമയിലെ ആശയം അണിയറ പ്രവർത്തകർ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ സംഘപരിവാർ ശക്തികൾക്ക് കീഴ്പ്പെടുന്ന അവസ്ഥയാണെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൃശൂരിലെ അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2024-2025 സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതി വിഹിത വിനിയോഗത്തിൽ 100% പൂർത്തിയാക്കി ജില്ലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. കേരള സംസ്ഥാനത്തിൽ 5ാം സ്ഥാനത്താണ് അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്ത്. തൃശൂർ കലാസദൻ നൃത്ത വിഭാഗം 10 ദിവസങ്ങളിലായി നടത്തുന്ന വെള്ളിച്ചിലങ്ക നൃത്തശില്പശാല ഫാദർ ജിയോ തെക്കിനിയത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബാബു J കവലക്കാട്ട് അധ്യക്ഷനായി. ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്ന അവാർഡ് ജേതാവായ നൃത്താധ്യാപിക സൂസൻ പോളിയെ പൊന്നാട ചാർത്തി അനുമോദിച്ചു. തൃശൂരിലെ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ VM ജോണി അധ്യക്ഷനായി. കണ്ണൂർ പയ്യന്നൂർ ഫ്രണ്ട്സ് മാവിച്ചേരി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഷട്ടിൽ നൈറ്റ് സംഘടിപ്പിച്ചു. വിശിഷ്ട സേവനത്തിന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് അർഹനായ കണ്ണൂർ റൂറൽ ASCP വിനോദ് MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് വിനോദിന്റെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ കലാ കായിക മത്സര വിജയികളെ അനുമോദിച്ചു. ആലപ്പുഴ എടത്വ തലവടി ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിലാളികളെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ അരുൺ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം വലിയമല ISROയുടെ സമീപത്തെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നു. സ്ഥലം ഏറ്റെടുക്കലിൽ വരുന്ന പരാതികൾ സൗഹൃദപരമായി ചർച്ചയിലൂടെ പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്ന് മന്ത്രി GR അനിൽ യോഗത്തിൽ അറിയിച്ചു. തൃശൂർ വെങ്കിടങ്ങിൽ ഖത്തർ KMCC മണലൂർ നിയോജക മണ്ഡലം റിലീഫ് ഫണ്ട് വെങ്കിടങ്ങ് പഞ്ചായത്തിൽ വിതരണം ചെയ്തു. 1 ലക്ഷം രൂപയുടെ സഹായമാണ് ഖത്തർ KMCC മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ സഹകരണത്തോടെ വിതരണം ചെയ്തത്. തൃശൂരിലെ തെക്കുംകര പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ വിളംബര ജാഥയും പ്രഖ്യാപനവും നടന്നു. തെക്കുംകര പഞ്ചായത്ത് ഓഫീസിൽ നടന്ന പരിപാടി കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷനായി. മലപ്പുറം തവന്നൂരിൽ AI സാങ്കേതിക വിദ്യയിൽ ഗാനമൊരുക്കി. കടകശ്ശേരി ലൈബ്രറി കൂട്ടായ്മയാണ് ഗായകരില്ലാത്ത പ്രചരണ ഗാനമിറക്കിയത്. വായനശാലയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ഗാനമിറക്കിയത്.
ഏപ്രിൽ 6 നടക്കുന്ന പരിപാടി സബ് കളക്ടർ ദിലീപ് കൈലിക്കര ഉദ്ഘാടനം ചെയ്യും. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ ആദ്യകാല സോഷ്യലിസ്റ്റ് തോമസ് ജേക്കബിന്റെ 15ാം ചരമവാർഷിക ദിനത്തിൽ രാഷ്ട്രീയ ജനതാദൾ ചങ്ങനാശ്ശേരിയിൽ അനുസ്മരണ സമ്മേളനം നടത്തി. RJD സംസ്ഥാന സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ രാഷ്ട്രീയത്തിൽ സോഷ്യലിസ്റ്റ് ചിന്തകളുടെ പ്രസക്തി എന്ന സെമിനാർ നടത്തി. തൃശൂരിൽ പരിശുദ്ധ വ്യാകുല മാതാവിൽ ബസിലിക്കയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. റവറന്റ് ഫാദർ തോമസ് കാക്കശ്ശേരി മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് കെയർ സൊസൈറ്റി പ്രസിഡന്റ് TK അന്താണിക്കുട്ടി അധ്യക്ഷനായി. ആലപ്പുഴ, ചെങ്ങന്നൂർ, നന്നാട്, കോട്ടയത്തുംകാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവവും ഭാഗവത സപ്താഹവും സമാപിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര പൂജകളും നിരവധി കലാപരിപാടികളും നടന്നു. ഉത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് തിരുവൻവണ്ടൂർ മഹാക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പും വേലകളിയും നടന്നു. തൃശൂർ ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ അവധിക്കാല ഫുട്ബോൾ ക്യാമ്പ് തുടങ്ങി. 10 ദിവസം നീളുന്ന ക്യാമ്പിൽ രാവിലെ 7 മുതൽ 9 വരെയാണ് പരിശീലനം. ക്യാമ്പ് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീജിത്ത് ബാബുവിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ചിത്രം പൈങ്കിളി OTT-യിലേക്ക്. ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിന്റെ 57ാം ദിവസമായിരിക്കും OTT-യിൽ എത്തുക. സച്ചിൻ ഗോപുവും അനശ്വര രാജനും മുഖ്യ കഥാപാത്രങ്ങളായ ചിത്രം ഫെബ്രുവരി 14 റിലീസ് ചെയ്തത്. വിവാദങ്ങൾക്കൊടുവിൽ എമ്പുരാൻ സിനിമയുടെ പുതിയ പതിപ്പ് ഇന്നലെ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചു. തിരുവനന്തപുരം ആർടെക് മാളിൽ ഇന്നലെ രാത്രി ചിത്രം പ്രദർശിപ്പിച്ചു. പുതിയ പതിപ്പിൽ വെട്ടിയത് 24 ഭാഗങ്ങൾ. നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന മരണമാസ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ബേസിൽ ജോസഫ് പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം വിഷുവിന് റിലീസ് ചെയ്യും. ബ്ലോക്ക് ബസ്റ്റർ ചിത്രം തല്ലുമാലയ്ക്ക് ശേഷം നസ്ലിൻ, ഗണപതി, ലുക്മാൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ആലപ്പുഴ ജിങ്കാനയിലെ 2ാമത്തെ ഗാനം പുറത്തിറങ്ങി. വിഷു റിലീസായി ഏപ്രിൽ 10 ചിത്രത്തിലെ ആദ്യ ഗാനമായ എവരിഡേ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം നേടിയിരുന്നു. 2ാമത്തെ ഗാനമായ പഞ്ചാര പഞ്ച് ആലപിച്ചിരിക്കുന്നത് ആന്റണി ദാസനും വിഷ്ണു വിജയനും ചേർന്നാണ്. വടിവേലും ഫഹദ് ഫാസിലും കേന്ദ്ര കഥാപാത്രത്തിൽ എത്തുന്ന മാരീഷൻ ചിത്രം റിലീസിനൊരുങ്ങുന്നു. 2023 റിലീസ് ചെയ്ത മാമൻ ശേഷം വടിവേലുവും ഫഹദ് ഫാസിലും ഒന്നിക്കുന്ന ചിത്രമാണ് മാരീഷൻ. ചിത്രം 2025 ജൂലൈയിൽ റിലീസ് ചെയ്യും. IPL-ൽ തുടർ മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസിനെ സഞ്ജു സാംസൺ നയിക്കും. രാജസ്ഥാൻ റോയൽസിന്റെ വിക്കറ്റ് കീപ്പിംഗും ക്യാപ്റ്റൻസിയും ഏറ്റെടുക്കാൻ സഞ്ജുവിന് BCCI അനുമതി നൽകി. ചൂണ്ടുവിരലിന് പരിക്കേറ്റതിനാൽ വിക്കറ്റ് കീപ്പിംഗിന് സഞ്ജുവിന് അനുമതി ഉണ്ടായിരുന്നില്ല. ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സായതോടെയാണ് വീണ്ടും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി പുതിയ പരിശീലകൻ. സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കറ്റാലയെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി നിയമിച്ചു. സൂപ്പർ കപ്പിന് മുന്നോടിയായി ഡേവിഡ് കറ്റാല ടീമിനൊപ്പം ചേരും. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിനെ തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ്. 8 വിക്കറ്റിനാണ് ഗുജറാത്തിന്റെ ജയം. ബംഗളൂരു ഉയർത്തിയ 170 റൺസ് വിജയലക്ഷ്യം 13 പന്ത് ബാക്കി നിൽക്കെ ഗുജറാത്ത് മറികടന്നു. ഗുജറാത്തിനായി മുഹമ്മദ് സിറാജ് 3-ഉം സായ് കിഷോർ 2 വിക്കറ്റുമാണ് വീഴ്ത്തിയത്. അതിവേഗ വാർത്ത അവസാനിച്ചു. നമസ്കാരം.